നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഒരു കച്ചവട സംഘത്തെ പറഞ്ഞയക്കുന്നതിന്റെ തലവനായിട്ട് നബിയെ തിരഞ്ഞെടുക്കുകയാണ്. ആ സമയത്തൊന്നും നബിക്ക് ഖദീജ ബീവിക്ക് നബിയോടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഖദീജ ബീവി സാധാരണ ഒരു കച്ചവടത്തിന് ഒരാളെ ലാഭം ആഗ്രഹിക്കുന്ന ഒരു മുതലാളിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യജമാനത്തിയായി മാത്രമാണ് ഖദീജ ബീവി കണ്ടത്. അങ്ങനെ ഖദീജ ബീവി കച്ചവടത്തിന് പറഞ്ഞയക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാമിലേക്ക് കച്ചവട സംഘത്തോടൊപ്പം പോകുന്നു. കച്ചവടം കഴിഞ്ഞ് വലിയ ലാഭവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവിയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. നബിക്ക് ആകെ നെട്ടിപ്പോയി, ഖദീജ ബീവി ആകെ നെട്ടിപ്പോയി. എന്താ സംഭവം എന്നറിയില്ല. ഇത്രയും കാലം തന്റെ കച്ചവടം സംഘം പോയി തിരിച്ചു വരുമ്പോ കിട്ടിയ മുതലിനേക്കാൾ ഒരുപാട് മുതൽ കൂടിയിട്ടാണ് ഈ കച്ചവടം കഴിഞ്ഞ് വരുന്നത്. ഇതിനു മുമ്പ് സംഘങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ലാഭം ഇവിടെ ഉണ്ട്. അപ്പൊ കേട്ടത് ചിലപ്പോൾ സത്യമായിരിക്കും, എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ നബിയിൽ ആകൃഷ്ടനാവുക മാത്രവുമല്ല, തന്റെ കൂടെ പോയ ആളുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയ ആളുകളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് അവിടെ സംഭവിച്ചത്? അവര് പറയുകയാണ്, ഞങ്ങളൊക്കെ പോയാൽ ചിലപ്പോ വിഭവങ്ങളെ കുറിച്ച് കളവ് പറയാറുണ്ട്, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ കുറിച്ച് കളവ് പറയാറുണ്ട്. ഒരു കളവ് പോലും പറയാതെ സത്യസന്ധമായ രീതിയിൽ കച്ചവടം ചെയ്തു. ആ സമയത്ത് ഇവിടെയുള്ള കച്ചവടക്കാരോടൊക്കെ നമുക്ക് കച്ചവടത്തില് നീതി പുലർത്തിയ മഹാനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പല കച്ചവടങ്ങളും നമ്മൾ നടത്താറുണ്ട്, പല കള്ളത്തരങ്ങളും പറഞ്ഞ് കച്ചവടങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഒരു കള്ളവും പോലും പറയാതെ എന്താണോ യഥാർത്ഥമായിട്ടുള്ളത് അത് മാത്രം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം ചെയ്തു. ഇത് ബീവിയിൽ ആകൃഷ്ടമായി. ഈ കഥ കേട്ടപ്പോ ഇങ്ങനെയാണ് ഇത്രയും ലാഭമുണ്ടായത് എന്ന് പറഞ്ഞപ്പോ ബീവി ആലോചിച്ചു. ആ സമയത്ത് നിങ്ങൾ ഓർക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനായിട്ടില്ല, മുഹമ്മദ് മാത്രമായി നിൽക്കുന്ന കാലഘട്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബീവി ആണെങ്കിലോ 2 കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ച് കുട്ടികളുണ്ട്, വിധവയായി കഴിയുന്ന കാലമാണ്. മക്കത്ത് ഒരുപാട് സമ്പത്തുള്ള, എന്നാലോ ഒരുപാട് ധനാഢ്യരായ രാജാക്കന്മാരായ ആളുകൾ, ഖുറൈശിയിൽപ്പെട്ട പല പ്രമുഖരും കല്യാണം ആലോചിച്ച് ദൂതന്മാരെ അഴക്കുന്ന ബീവി കൂടിയാണ് ഖദീജ ബീവി. ആ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ബീവി ഖദീജാനെ കെട്ട് പറഞ്ഞെന്ന് ബീരീത രാജാക്കളെമ്പാടുമെത്തുന്നു. ബീവി ഖദീജാനെ കെട്ട് പറഞ്ഞെന്ന് ബീരീത രാജാക്കളെമ്പാടുമെത്തുന്നു. ബീവി അതൊക്കെയും തള്ളിക്കളയുന്നു, വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നു. ബീവി അതൊക്കെയും തള്ളിക്കളയുന്നു, വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നു. മക്കത്തെ രാജാതി ഗുണമേറും വമ്പത്തി, ദിക്കെങ്ങും കേളി പെരുത്തുള്ള ഹോജാതി. മക്കത്തെ രാജാതി ഗുണമേറും വമ്പത്തി, ദിക്കെങ്ങും കേളി പെരുത്തുള്ള ഹോജാതി. ഇക്കണ്ട വമ്പന്മാരൊക്കെയും വന്നില്ലേ, ഒക്കാതെ കല്യാണം തള്ളിക്കളഞ്ഞില്ലേ. ഇക്കണ്ട വമ്പന്മാരൊക്കെയും വന്നില്ലേ, ഒക്കാതെ കല്യാണം തള്ളിക്കളഞ്ഞില്ലേ. ബീവി ഖദീജാനെ കെട്ട് പറഞ്ഞെന്ന് ബീരീത രാജാക്കളെമ്പാടുമെത്തുന്നു. ബീവി അതൊക്കെയും തള്ളിക്കളയുന്നു, വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നു. അതെ, അതൊക്കെ കേൾക്കുമ്പോ വിസ്മയത്തിൽ തന്നെ, അല്ലാതെ എങ്ങനെ ചെയ്യാ? കാരണം മക്കത്തെ പ്രമുഖരായ ആളുകൾ പലരും കല്യാണം ആലോചിച്ച് വരുന്ന ബീവിക്ക് മനസ്സിലുണ്ടാകുന്നത് നബിയോടുള്ള മുഹബത്താണ്, നബിയോടുള്ള ഇഷ്ടമാണ്. അങ്ങനെ ദൂതനെ വിട്ട് തൻ്റെ എളാപ്പയുടെ അടുത്തേക്ക് ദൂതനെ അയക്കുകയാണ്. കച്ചവടം കഴിഞ്ഞ് വന്നതിന് ശേഷം ബീവി ഖദീജ, അന്നത്തെ വേറൊരു കാര്യം കൂടെ ഓർക്കണം, അവര് മക്കയിലെ രാജാത്തിയായി വാഴുകയാണ്.
മക്കത്തെ ജാതിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൾക്കാനന്ദ ജബല്ല മാലിനി മണിയായ ഖദീജ ബി ചുളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൽക്കാനന്ദ ജബല്ല മാലിനി മണിയായ ഖദീജ ബി ചുളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ സുസ്ഥിരമിൽമിക ദൂതനെ വിട്ട് സ്ഥിതിഗതി അഹമ്മദിനെ അറിവിത്ത് സുബ്ഹാനവരുടെ വിധി പോലത്തെ മിക ബീവിയെ വിട്ട് സുതിഗതി അഹമ്മദിനെ അറിവിച്ച് സുബ്ഹാനവരുടെ വിധി പോലത്തെ മുല്ലപ്പൂ ഭാഷങ്കത്താൽ തോഴിയാൽ പറയുന്നു മെല്ലെ മുഹമ്മദും ശ്രദ്ധിച്ചു കേൾക്കുന്നു മന്ത്രിക്കും മട്ടിലൊരു മറുപടി പറയുന്നു പുഞ്ചിരി തൂകുന്നേ നാണം കുണുങ്ങുന്നേ മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൽക്കാനന്ദ ജബല്ല മാലിനി മണിയായ ഖദീജ ബി ചുളുവിലായി സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ അബൂ ത്വാലിബിന്റെ അടുത്തേക്ക് ദൂതരെ അയക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കല്യാണത്തിന് സമ്മതം മൂളുകയുമാണ്. ഈ കല്യാണം നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹദി വിധവയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രായം 25. ആ യൗവനത്തിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കെട്ട് ആലോചിക്കുമ്പോൾ ബീവിക്ക് എത്ര വയസ്സാന്ന് ഓർക്കണം. 40 വയസ്സാണ്. മഹദിയുടെ വയസ്സ് 40ആണ്. ഇനി പറയുന്നത് മഹദിയെ കുറിച്ചാണ്. ഇവിടെ ഇരിക്കുന്ന മഹദിമാരെ കുറിച്ചാ നിങ്ങളാണ് ഇനി കേൾക്കേണ്ടത്. ഭർത്താക്കന്മാർ മാത്രമല്ല, ഇനി പറയുന്നത് ഖദീജ ബീവിയെ കുറിച്ചാ. ബീവിയെ പറയുമ്പോ ഇവിടുത്തെ ഭാര്യമാർ ശ്രദ്ധിക്കണം, ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഉമ്മമാർ ശ്രദ്ധിക്കണം. ഖദീജ ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ, ഇവിടുത്തെ ഉമ്മമാർ മക്കളെ പോറ്റുന്ന, മക്കളെ നോക്കുന്ന, നമ്മളെ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്ന ഉമ്മമാർ, ഒരു മാതാവിന്റെ സ്നേഹം നൽകുന്ന, എന്ത് കാര്യങ്ങളിലും നൽകുന്ന, ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഭാര്യമാർ, ഇവിടെയുള്ള സഹോദരിമാരൊക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ ഖദീജ ബീവി ഒരു പാഠമാണ്. അങ്ങനെ മഹദിയുടെ വിവാഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമൊത്തുള്ള വിവാഹം, ഈ വിവാഹം നടക്കുന്നതൊന്നും പ്രവാചകനാകുന്ന മുമ്പാണ് എന്നറിയണം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമൊന്നുമല്ല ഈ വിവാഹം നടക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്ത് കല്യാണം നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം വളരെ സന്തോഷപൂർവ്വം നടക്കുകയാണ്. ആ വിവാഹം കഴിഞ്ഞു. അവരുടെ വിവാഹ ജീവിതം, വൈവാഹിക ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ്. ബീവി നബിയെ ഒരു ഉമ്മ നൽകുന്ന സ്നേഹം നൽകി, ഒരു ഭാര്യ നൽകുന്ന സ്നേഹം നൽകി, ഒരു സഹോദരി നൽകുന്ന സ്നേഹം നൽകി. ലോകത്തൊരു ഭാര്യ പോലും ഒരു ഭർത്താവിന് നൽകാൻ ഇനി നൽകാനാവാത്ത വിധം നബിയെ സ്നേഹിച്ച മഹദിയുണ്ടെങ്കിൽ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. നമ്മൾ കേൾക്കണം മഹദിയെ കുറിച്ച്, നമ്മൾ പഠിക്കണം മഹദിയെ കുറിച്ച്. ബീവി ഖദീജയെ കുറിച്ച് നമ്മൾ വാനോളം കേട്ടുകൊണ്ടേയിരിക്കണം. അവരെ നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃകയാക്കേണ്ട വനിതയാണ് ബീവി. മനസ്സെന്ന പൂവാടിക്കുള്ളിൽ മുഹബ്ബത്ത് പുതൊരു രാജാത്തി മഹദിയാൾ ബീവി ഖദീജ മനോഹരി മക്കത്തെ രാജാത്തി. മനസ്സെന്ന പൂവാടിക്കുള്ളിൽ മുഹബ്ബത്ത് പുതൊരു രാജാത്തി മഹദിയാൾ ബീവി ഖദീജ മനോഹരി
മക്കത്തെ രാജാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി ജീവിതം മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നടക്കുന്ന അരാജകത്വം കണ്ട് സഹിക്കവയ്യാതെ, അവിടെ നടക്കുന്ന ഷിർക്കുകൾ കണ്ട് സഹിക്കവയ്യാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പോൾ പ്രത്യേകിച്ച് വെളിപാടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മനസ്സിൽ അദ്ദേഹം ആരൊക്കെയോ വന്ന് എന്തോ പറയുന്നത് പോലെ ഒക്കെ തോന്നാറുണ്ട്. അതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വയ്യ, അത് എതിർക്കാനുള്ള ത്രാണിയുമില്ല. അവിടെ നടക്കുന്ന ബിംബാരാധനകളും മറ്റും ഒക്കെ എതിർക്കണമെന്നുണ്ട്, അതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ അതിനൊന്നും ആ സാഹചര്യം അനുവദിക്കുന്നില്ല. അവിടുത്തെ ഖുറൈശി പ്രമുഖരോട് ഏറ്റുമുട്ടാനുള്ള ത്രാണി ആ സമയത്ത് റസൂലിനുണ്ടായിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമയങ്ങളിലൊക്കെ ഏകാഗ്രമായിരിക്കാൻ വേണ്ടി ഒരിടം കണ്ടെത്തുമായിരുന്നു. ഇവിടെ ഉംറക്ക് പോയ ആളുകൾ ഉണ്ടാവും, മക്കത്ത് പോയ ആളുകൾ ഉണ്ടാവും, ചരിത്ര പ്രദേശങ്ങളൊക്കെ കണ്ട ആളുകളായിരിക്കും. എത്ര പേര് മക്കത്ത് പോയിട്ടുണ്ട്? ഇവിടെ സൗദിയുള്ള എല്ലാവരും പോയിട്ടുണ്ടാവും. എന്നാലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മക്കത്ത് പോയവരാരൊക്കെയാണ്? എല്ലാവരും പോയിട്ടുണ്ട്. ജബലന്നൂർ എന്ന ഒരു മലയുണ്ട്, അത് കയറിയവരാരൊക്കെയുണ്ട്? ജബലന്നൂർ കയറി അല്ലേ? ജബലന്നൂർ കയറിയവര് കുറെ ആളുകളുണ്ട്. കയറാത്തവരൊന്ന് കയറണം. ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ സൗകര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകാഗ്രവാസത്തിനായി തിരഞ്ഞെടുത്തത് ജബലന്നൂറിലെ ഹിറാ ഗുഹയായിരുന്നു. ആ ഹിറാ ഗുഹയിലിരുന്ന് ഏകാഗ്രവാസം നയിക്കും. ഇന്ന് ജബലന്നൂർ കയറുമ്പോൾ അറിയാ, കയറുന്ന സ്റ്റോപ്പിലൊക്കെ എന്തെങ്കിലൊക്കെ സർവ്വ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കുടിക്കാനൊക്കെ, നാരങ്ങ വെള്ളമൊക്കെ ഉണ്ട് കുടിക്കാനൊക്കെ. ആ മല ദിവസവും 3 തവണ ഭക്ഷണവുമായി മഹദി കയറിയിരുന്നു. നിങ്ങൾ ഓർക്കണം, മഹദിയുടെ 55-ാമത്തെ വയസ്സിലാണ് അല്ലേ? ഇത് പറയുമ്പോ അവിടെ ചിരിക്കുന്നുണ്ട്. ഒരു ചായ എടുത്തു കൊണ്ടുവരാന് നമ്മൾ ഭാര്യയോട് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞാല് എന്താ നിങ്ങൾക്ക് കുടിച്ചാല്, നിങ്ങൾക്ക് എന്താ അടുക്കളയിൽ പോയി കുടിച്ചാലേ, നിങ്ങൾക്കൊന്ന് എടുത്ത് കുടിച്ചൂടെ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കും അല്ലെ? അങ്ങനെ ചോദിക്കാറുണ്ടോ? ഇവിടുത്തെ സഹോദരിമാരല്ലോ പറഞ്ഞ പൊതുവെ പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടാവും ചിലപ്പോ. എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്താൽ ചോദിക്കും. അങ്ങനെ എന്നൊരു വാക്കുപോലും മറുത്തു പറഞ്ഞിരുന്നില്ല മഹദി. നബിയോട് അങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞിരുന്നില്ല. അത് പറയാനുള്ള സാഹചര്യം നബി ഉണ്ടാക്കിയിട്ടുമില്ല. അതും കൂടെ ഓർക്കണം. അത് ചായ കൊണ്ടുവരാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പറഞ്ഞാൽ അത് ഭാര്യമാർ കേൾക്കുന്നില്ലെങ്കിൽ അത് പറയാത്ത രീതിയിൽ ആ സഹായം ചെയ്യാൻ അല്ലെങ്കിൽ ആ ആവശ്യം നിറവേറ്റാൻ നമ്മൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യണമെന്ന് പഠിപ്പിച്ച ലോകികഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാര്യങ്ങളിലൊക്കെ സഹായിച്ചിരുന്നു അല്ലേ? നമ്മളൊന്ന് ഇങ്ങനെ ഭാര്യ വീട്ടിലിങ്ങനെ അടിച്ചേരുന്ന സമയത്ത് നമ്മൾ മുന്നിലൊക്കെ ഇരുന്നിട്ട് ചിലപ്പോൾ മൊബൈലിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേ ആ കാലൊന്നും ഇങ്ങനെ മാറ്റി കൊടുക്കാൻ അവിടെ തലയാട്ടുന്നുണ്ട്. സലീം കാ ഇരുത്തത്തിൽ ഇങ്ങനെ കാലിങ്ങനെ നിലത്ത് വെച്ചിട്ട് ഒന്ന് മാറി കൊടുക്കാതെ അല്ലേ അടിച്ചേരുന്ന സമയത്ത്? സലീം അവിടെ ഉണ്ടാവും, സലീം കാക്ക് ഉണ്ടാവില്ല അല്ലേ? ആ സലീം അവിടെ ഉണ്ട്. ഇന്ന് തല്ലുവിടണ്ട പോയിട്ട്. ഏതായാലും അങ്ങനെ അതുപോലും ചെയ്യാൻ മടിയുള്ള, പരസ്പരം കലഹിക്കുന്ന, ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹിക്കുന്ന ദാമ്പത്യ ജീവിതം പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയുമുള്ള ഒരു ലിങ്കുണ്ട്, ഒരു ആത്മബന്ധമുണ്ട്. അത് നമ്മൾ പഠിക്കണം. മഹദിക്ക് എന്ത് ആവശ്യങ്ങൾ ഉണ്ടായാലും റസൂലിനോട് പറയും. റസൂൽ എന്തുണ്ടെങ്കിലും തുറന്നു പറയും, മഹദിയുമായി പങ്കുവെക്കും അല്ലെ? നമ്മള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവ് ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ അഭിപ്രായം ചോദിക്കും. അഭിപ്രായം ഒന്നും ചോദിക്കൂല, മൂപ്പരാണ് ചെയ്യും അല്ലെങ്കിൽ നമ്മളാണ് ചെയ്യും. ഞാനടക്കമുള്ള ആളുകൾ ഒരു ചോദ്യം പോലും ഉണ്ടാവില്ല ഭാര്യയോട്. എന്തെങ്കിലും കാര്യം ഞാൻ അങ്ങനെ ചെയ്യട്ടെ ഖദീജ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും. അതിനൊരു സംഭവം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹദി കല്യാണം കഴിച്ച സമയത്ത് മക്കയിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ കളിയാക്കുക, മഹദിയെ കളിയാക്കുക. ഒരു സമ്പത്ത് ഒന്നുമില്ലാത്ത ഒരു അനാഥനായ ഒരു മനുഷ്യനെയാണോ ഇത്രയും സമ്പത്തുള്ള, ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള ഖദീജ നീ കല്യാണം കഴിച്ചത്? ആ സമയത്താണ് ബീവി തന്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അല്ലേ? നിങ്ങളെ പേരിലുള്ള ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ
ഭർത്താവ് സാധു ഇവിടെ കഷ്ടപ്പെട്ട് സൗദിയിലൊക്കെ കഷ്ടപ്പെട്ട് പെണ്ണുങ്ങളെ ഒരിയിലൊരു വീടെടുക്കാൻ നിന്നാൽ ഞാൻ തരൂല, കൊന്നാലും തരില്ല അല്ലേ? സ്വർണം ചോദിക്കൂലേ, പണയം വെക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ അല്ലേ, തറയിടാൻ എങ്ങനെയെങ്കിലും കുറ്റിക്കുട്ടി ഒരു വീടുണ്ടാക്കാൻ ചോദിക്കുമ്പോൾ കൊടുക്കൂല. മേടിക്കുന്ന വസ്തു പോലും രണ്ടുപേരുടെ പേരിൽ എഴുതി വെക്കും. ഒരാളെ പേരിൽ എഴുതിയ ഭർത്താവിന്റെ പേരിൽ എഴുതിയാൽ ചിലപ്പോൾ കൊണ്ടുപോയി കളഞ്ഞാൽ അടുത്ത കെട്ടിയിട്ട്. അത് കാരണം രണ്ടുപേരെ പേരിൽ എഴുതി. പക്ഷേ മഹദി കല്യാണം കഴിച്ച സമയത്ത് ഇങ്ങനെ ഒരു കേട്ടാ, നിങ്ങളോട് ചിലപ്പോ നിങ്ങളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും പറയുകയാണ്, എന്തിനാ ചങ്ങാനെ കല്യാണം കഴിച്ചത് അല്ലേ? എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വാഹനമുണ്ട്, കാറുണ്ട്, വണ്ടിയുണ്ട്, ജീപ്പുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, എനിക്കിങ്ങനെ വീടുണ്ട്, മൂപ്പര വീട്ടിൽ അതുണ്ട് ഇതുണ്ട്, ഇജെന്തിനാ അയാളെ കല്യാണം കഴിച്ചത്? പിറ്റേ ദിവസം കടുന്നല കുത്തിയ മുഖമായിട്ട് വരും അല്ലേ? നമുക്കും വേണം അത്. ആത്മാഭിമാനം കാക്കാൻ എന്തും ചെയ്യും നമ്മൾ അല്ലേ? മറ്റുള്ളടത്ത് പോകാൻ വേണ്ടി ഒരു സാധനം ഇല്ലെങ്കിൽ കടം വാങ്ങിയിട്ടാണെങ്കിലും ആ പാവത്തിനെ പീഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് കടം വാങ്ങിച്ചിട്ട് നമുക്ക് പിന്നെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെങ്കിലും ഭർത്താവിനെ കൊണ്ട് അത് സമ്മതിപ്പിക്കും. നേരെ തിരിച്ചായിരുന്നു മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ആ അപവാദം കേട്ടപ്പോ അതിനൊന്നും ചെവി കൊടുക്കാതെ ആ സമയത്ത് തന്നെ തന്റെ സ്വത്ത് വകകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എഴുതി കൊടുക്കുകയാ. പൊന്നിൽ കുളിച്ചു കളിച്ചു രസിക്കേ, പിന്നെ ഖജനാമുതലും മലർക്കേ, മണ്ണിൽ ഇസ്ലാമിൻ മുന്നിൽ തുറക്കേ, ബീവി ചിലവഴിച്ചു ഇസ്ലാമിൻ ബാസുരത കഴിച്ചു. അല്ലാന്റെ ദീനിന്റെ രക്ഷയ്ക്കായി സമ്പത്തഴിച്ചൊരു രാജാതി, അവസാനം ഏറ്റം ദരിദ്രയായി തന്നെ വഫാത്തായി രാജാതി. മനസ്സെന്ന പൂവാടിക്കുള്ളിൽ മുഹബത്ത് പുത്തൊരു രാജാതി, മഹദിയാൾ ബീവി ഖദീജ മനോഹരി മക്കത്തെ രാജാതി. തന്റെ സമ്പത്ത് മുഴുവൻ തന്റെ ഭർത്താവിനെ എഴുതി കൊടുക്കുകയാണ് മഹദി. അതൊക്കെ കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഏകാഗവാസം, ധ്യാനം എന്നൊക്കെ പറയും. ആ ധ്യാനത്തിലിരിക്കും. ഇന്ന് അവിടെ പോകുമ്പോൾ നമ്മൾ അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഹിറാ ഗുഹയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് ടവർ കാണാം അല്ലേ? ക്ലോക്ക് ടവർ കാണാം, കണ്ടവരുണ്ടാവും അല്ലേ? തങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്ലോക്ക് ടവർ കണ്ടിട്ടുണ്ടാവും. അതിലൂടെ നോക്കിയാൽ അന്ന് ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കാബ കാണാമായിരുന്നു. ആ കാബ വീണ്ടും കയറുക, വീണ്ടും ഇറങ്ങി വരിക, അങ്ങനെ 3 നേരത്തെ ഭക്ഷണത്തിനായി ഭക്ഷണവും കൊണ്ട് പോവുകയാണ്. ആ കാലിൽ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ. നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം ഈ നിമിഷം. അത്രത്തോളം വീട്ടില് വൃത്തിനുണ്ട്, കൊണ്ടുപോകാൻ പരിചാരക ജോലിക്കാരനുണ്ട്, എന്നിട്ട് പോലും അദ്ദേഹത്തിനെ കൊടുത്തു വിടാതെ സ്വന്തം ഭാര്യ തന്നെ കൊണ്ടുപോവുകയാണ്. അവിടെ പണിക്കാരുണ്ട്, എന്നിട്ടും ബീവി തന്നെ പാചകം ചെയ്ത്, മഹദി തന്നെ പാചകം ചെയ്ത് തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഭാര്യ ഭർത്ത ബന്ധത്തിന്റെ ആഴമാണ് അവിടെ. ഇവിടെ ഭർത്താവിനെ ഉറക്കി കിടത്തിയിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ഭാര്യമാരുണ്ട് അല്ലേ? വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പരിചയപ്പെട്ട് തന്റെ മക്കളെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരു നവകാലഘട്ടത്തിൽ ഖദീജ ഉമ്മയെ നമ്മൾ പഠിക്കണം. നമ്മുടെ ഉമ്മയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നമ്മൾ പഠനത്തിന് വിധേയമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഉമ്മയെ പോലെ കണ്ട വനിതയാ. ഒരു ഉമ്മ നൽകേണ്ട സ്നേഹം നൽകി, ഒരു സഹോദരി നൽകേണ്ട സ്നേഹം നൽകി, ഒരു ഭർത്താവിന് ഭാര്യ നൽകേണ്ട എല്ലാ താങ്ങും തണലുമായി നിന്ന മഹദിയാണ്. മഹദി ഇങ്ങനെ കയറിയിറങ്ങും, എല്ലാ സമയം കൊടുക്കും. ആ ഒരു ദിവസമാണ് അത് സംഭവിക്കുന്നത്. മഹത്തായ റമദാൻ മാസത്തില് ഒരു ദിവസമാണ് അത് സംഭവിക്കുന്നത്. എന്താ സംഭവിച്ചത്? ഒരു പ്രകാശം പൊട്ടിപ്പുറപ്പെടുകയാണ് ഹിറാ ഗുഹയിൽ നബി ഇരിക്കുന്ന സമയത്ത്. മറ്റൊന്നുമായിരുന്നില്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദൂതുമായി, ആദ്യത്തെ ദൂതുമായി നബിയുടെ അടുത്തേക്ക് വരികയാണ്. നബിക്ക് സംഭവം ഒന്നും അറിഞ്ഞൂടാ.
പേടിച്ച് വിറച്ചിരിക്കുകയാണ് ആ രൂപം കണ്ടത്. ചരിത്രത്തിൽ പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി നബിയുടെ അടുത്ത് ഹിറാ ഗുഹയിൽ വരുന്നത് വിശ്വരൂപമായിട്ടാണ്. യഥാർത്ഥ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപമായിട്ടാണ്, മലായിക്കത്തിന്റെ രൂപമായിട്ട്. മലാഖയുടെ രൂപം യഥാർത്ഥ രൂപമാണ്, പേടിപ്പെടുത്തുന്ന രൂപമായിട്ടാണ്. അതിനുശേഷം വന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്ന ആ ദിവസത്തിന് ശേഷം പിന്നെ വന്നതൊക്കെ നല്ല നബിക്ക് ഇഷ്ടമുള്ള, നബി ഇങ്ങനെയാണോ തന്റെ മനസ്സുകൊണ്ട് ജിബ്രീലിനെ കാണാൻ ആഗ്രഹിക്കുന്നത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരുകളെ കാണാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആദ്യം വന്ന ആ രൂപം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് വിറക്കുകയാ. അത് നടക്കുന്നത് ഇതുപോലെ ഒരു രാത്രിയിലാണ്. ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത, നമ്മുടെ റമദാനിന്റെ അവസാനത്തെ 10-ലാണുള്ളത്. മൂന്നാമത്തെ 10-ല് ഇന്ന് 20 നോമ്പ്. വളരെ പെട്ടെന്നാണ് റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. 20 ദിവസം കഴിഞ്ഞു. 21-ാം രാവിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് ദിവസത്തിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഈ ദിവസത്തിലാണ് നാം അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. നിർണയത്തിന്റെ ദിവസമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഖദർ എന്ന സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, ഞാനൊരു ദിവസത്തെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക്, ആ രാത്രിയെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ് ആ രാത്രി? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ദിവസമാണത്. നമ്മൾ 1000 മാസങ്ങൾക്ക് മുകളിൽ